കോഴിക്കോട് ഫറൂഖ് കോട്ടക്കടവിൽ രോഗി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ആവർത്തിച്ച കുടുംബം കൃത്യമായി ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് വിനോദ് കുമാർ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മിഥില ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. മിഥില, വിശദാംശങ്ങൾ. എസ്കേൻ, ഈ മാസം 23-ന് പുലർച്ചെയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് വിനോദ് കുമാറിനെ TMH ആശുപത്രിയിൽ കൊണ്ടുപോയത്. തുടർന്ന് അരമണിക്കൂറിന് കഴിഞ്ഞ ഉടൻ തന്നെ മരണമടയുകയായിരുന്നു. ഇതിനുശേഷം കുടുംബം നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ അബു എബ്രഹാം ലൂക്ക് വ്യാജ ഡോക്ടറാണെന്ന് മനസ്സിലായിട്ടുള്ളത്. എനിക്കൊപ്പം ആ അന്വേഷണം നടത്തിയ വിനോദ് കുമാറിന്റെ മകൻ, ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, ഡോക്ടർ അശ്വിൻ P. വിനോദ്, എനിക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലായത്, ഈ പറയപ്പെടുന്ന വ്യക്തി വ്യാജ ഡോക്ടറാണെന്ന്? അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ല, ചണ്ഡീഗഡാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടുന്ന് ഫോണിലൂടെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്, അന്ന് രാത്രിയോടുകൂടി. അന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളൊരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലൊരു മെഡിക്കൽ എമർജൻസി വന്ന സമയത്ത് അവിടെ ഇതേ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി, ഒരാൾക്ക് ഷുഗർ കുറഞ്ഞു പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എൻ്റെ വൈഫ് KMCT പഠിച്ച ഡോക്ടറാണ്. അപ്പോൾ അവൾ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടു ബോർഡിൽ, ഡോക്ടർ അബു എബ്രഹാം ലൂക്ക്. അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് കൺഫേം ചെയ്തു. അന്ന് അച്ഛനെ നോക്കിയ ഡോക്ടറുടെ പേരെന്താണെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഡോക്ടർ അബു ആയിരുന്നു എന്നുള്ളത്. പിന്നെ KMCTയിൽ വിളിച്ച് പല ആൾക്കാരുമായിട്ട് ഫോൺ വിളിച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇതുവരെ സെക്കൻഡ് ഇയർ പാസ്സായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരടിച്ച് നോക്കി, അപ്പോഴും രജിസ്ട്രേഷൻ ആയിട്ടില്ല. അപ്പം അങ്ങനെ കൺഫേം ആയി ഇദ്ദേഹം ഇതുവരെ MBBS ബിരുദം കിട്ടിയിട്ടില്ല എന്നുള്ളത്. നിയമ നടപടിയും മുന്നോട്ട് പോകാനാണ്. എന്താണ് ഇപ്പം കുടുംബത്തിൻ്റെ ആവശ്യം? ഇപ്പം ഡോക്ടർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്, അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തും. ആശുപത്രിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഫോൺ വന്നിരുന്നു, ഇദ്ദേഹത്തെ കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്ന് മൊഴിയെടുത്തിരുന്നു. FIR ഇന്ന് അതിൻ്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ FIR വായിച്ചപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അബുവിനെ അഗെയിൻസ്റ്റ് അവർ സെക്ഷൻസ്, വഞ്ചനാകുറ്റത്തിൻ്റെ സെക്ഷൻ, ആൾമാറാട്ടത്തിൻ്റെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം കുറച്ച് സെക്ഷൻസൊക്കെയാണ് ചേർത്തേക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ 106 BNSൻ്റെ വകുപ്പുണ്ടോ എന്ന് കൂടി നോക്കണം. ഒരു നെഗ്ലിജൻ്റ് ആക്ട് കാരണം ഒരാളുടെ മരണത്തിന് കാരണമാവുന്ന, അത് പറയുന്നത് BNS 106 സെക്ഷൻ, അതിൻ്റെ വകുപ്പ് കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെ കൂടെ ഇതുപോലെ ആക്ഷൻ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് ഈ FIRൽ കാണാനില്ല. ചിലപ്പോൾ അഡീഷണൽ റിപ്പോർട്ടായിട്ട് വരാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. നിയമ നടപടിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. അതെ, ഇത് കാരണം ഒരാളുടെ പ്രശ്നമല്ല, ഒരു നാടിൻ്റെ മൊത്തം പ്രശ്നമാണ്. കേരളം മുഴുവൻ ഇതുപോലെ തന്നെ GP അടിക്കുന്ന സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സ്റ്റുഡൻസ്. അപ്പോൾ ആ ഒരു പരിപാടി നിൽക്കണം. ആൾക്കാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഐസൊലേറ്റഡ് കേസല്ല. ഇതുപോലെ കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കേസുകൾ ഇനി വരും, പഴയ നടന്ന കേസുകളൊക്കെ ഇപ്പം നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനിയിപ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരാൾക്ക് വരാൻ പാടില്ല, എൻ്റെ അച്ഛന് വന്ന അവസ്ഥ. തീർച്ചയായും. താങ്ക് യു മിഥില ബാലൻ.